കേരളത്തിന്റെ ഉത്സവ പാരമ്പര്യത്തിൽ തനതായൊരു സ്ഥാനമാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിനുള്ളത്. ആവണി മാസം വന്നു പിറന്നേ ഓണമണഞ്ഞെന്നേ, ആർപ്പു വിളിച്ച കുട്ടികളെല്ലാം ഓടിയണഞ്ഞെന്നേ, ഓടിയണഞ്ഞെന്നേ. ചരിത്രവും സംസ്കാരവും കലയും ജനപങ്കാളിത്തവും ഒരേ വേദിയിൽ ഒത്തുചേരുന്ന ഈ ആഘോഷം ഓണക്കാലത്തിന്റെ വരവറിയിക്കുന്ന വർണ്ണാഭമായ സന്ദേശം കൂടിയാണ്. തൃപ്പൂണിത്തുറയുടെ മണ്ണിൽ അത്തം വിരിയുമ്പോൾ നഗരം ഉണരുന്നത് ഒരു ഉത്സവത്തിന്റെ ആവേശത്തിൽ മാത്രമല്ല, മറിച്ച് തലമുറകളിലൂടെ കൈമാറിയ ഒരു പൈതൃകത്തിന്റെ ഓർമ്മകൾ കൂടിയാണ്. ആടയാഭരണങ്ങളും രാജകീയ വസ്ത്രങ്ങളും ധരിച്ച് ജനങ്ങളെ കാണാനിറങ്ങുന്ന സമയത്തോടുകൂടി ഇറങ്ങുന്ന ഒന്നായിരുന്നു ആഘോഷയാത്ര. അതിന് പല ചരിത്രപരമായ വ്യാഖ്യാനങ്ങളുണ്ട്. ഒരു കാലത്ത് കൊച്ചി രാജകുടുംബത്തിന്റെ ആസ്ഥാനമായിരുന്ന തൃപ്പൂണിത്തുറയ്ക്ക് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ നിർണായകമായ ഇടമാണുള്ളത്. രാജകീയ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടിരുന്ന അത്തച്ചമയം പിന്നീട് ജനകീയ ഉത്സവമായി വളർന്നു. രാജകീയ പാരമ്പര്യത്തിന്റെ ഓർമ്മകൾക്കൊപ്പം കേരളത്തിന്റെ വിവിധ കലാരൂപങ്ങളുടെയും നാടൻ പാരമ്പര്യങ്ങളെയും ഒരുമിപ്പിക്കുന്ന വലിയൊരു ജനോത്സവമായി അത്തച്ചമയം മാറുകയായിരുന്നു. അത്തച്ചമയത്തിന്റെ ഹൃദയം അതിന്റെ ഘോഷയാത്രയാണ്. കേരളത്തിന്റെ കലാപാരമ്പര്യത്തിലെ നിരവധി വർണ്ണങ്ങൾ ഒരുമിക്കുന്ന കാഴ്ച. ചെണ്ടമേളത്തിന്റെ താളം, നാടൻ കലാരൂപങ്ങളുടെ ചുവടുകൾ, അലങ്കരിച്ച ആനകൾ, വാദ്യമേളങ്ങൾ, വിവിധ വേഷങ്ങൾ അണിഞ്ഞ കലാകാരന്മാർ. ഓരോ കാഴ്ചയും കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ ഒരു അധ്യായം പോലെ. അത്തച്ചമയത്തിന്റെ സൗന്ദര്യം അതിന്റെ ദൃശ്യവിസ്മയത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. കേരളത്തിന്റെ വിവിധ കലാപാരമ്പര്യങ്ങൾക്കുള്ള വേദി കൂടിയാണ് ഈ ആഘോഷം. നാടൻ കലകളുടെ ചടുലതയും ശാസ്ത്രീയ കലകളുടെ സൗന്ദര്യവും വാദ്യകലയുടെ താളവും എല്ലാം ചേർന്ന് അത്തച്ചമയത്തെ ഒരു സഞ്ചരിക്കുന്ന സാംസ്കാരിക വേദിയാക്കി മാറ്റുന്നു. അത്തച്ചമയം കലാകാരന്മാരുടെ മാത്രം ആഘോഷമല്ല. തൃപ്പൂണിത്തുറയുടെ ഓരോ വഴിയിലും അതിന്റെ ആവേശം നിറയുന്നു. പ്രായഭേദമില്ലാതെ ആയിരങ്ങളാണ് ഘോഷയാത്ര കാണാനെത്തുന്നത്. കുട്ടികൾക്ക് കൗതുകം, മുതിർന്നവർക്ക് ഓർമ്മകൾ, കലാകാരന്മാർക്ക് വേദി, നാട്ടുകാർക്ക് അഭിമാനം. അങ്ങനെ അത്തച്ചമയം ഒരു നഗരത്തിന്റെ ഉത്സവത്തിൽ നിന്ന് ഒരു ജനതയുടെ സാംസ്കാരിക ആഘോഷമായി മാറുന്നു. അത്തം എത്തുന്നതോടെ മലയാള മണ്ണിൽ ഓണത്തിന്റെ കാത്തിരിപ്പിനും തുടക്കമാകുന്നു. പൂക്കളും പൂക്കളങ്ങളും ഓണപ്പാട്ടുകളും ആഘോഷങ്ങളും നിറയുന്ന ദിവസങ്ങളിലേക്ക് അത്തച്ചമയം വഴി തുറക്കുന്നു. പഴയകാലത്തിന്റെ സുന്ദര ഓർമ്മകളെ പുതുതലമുറയുടെ ആഘോഷങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് യഥാർത്ഥത്തിൽ അത്തച്ചമയം. കാലം മാറുന്നു, ആഘോഷങ്ങളുടെ രീതികളും മാറുന്നു. എന്നാൽ ഒരു സമൂഹത്തിന്റെ ഓർമ്മകളെ നിലനിർത്തുന്നത് അതിന്റെ പൈതൃകങ്ങളാണ്. അത്തച്ചമയം അതുകൊണ്ടുതന്നെ ഒരാഘോഷം മാത്രമല്ല, തൃപ്പൂണിത്തുറയുടെ ചരിത്രത്തിന്റെയും കേരളത്തിന്റെ കലാപാരമ്പര്യത്തിന്റെയും ജനകീയ കൂട്ടായ്മയുടെയും ജീവനുള്ള അടയാളം കൂടിയാണ്. അത്തം വരുമ്പോൾ തൃപ്പൂണിത്തുറ ഉണരുന്നു. താളമേളങ്ങളോടെ, നിറങ്ങളോടെ, ഓർമ്മകളോടെ. രാജകീയ പാരമ്പര്യത്തിൽ നിന്ന് ജനകീയ ആഘോഷങ്ങളിലേക്ക് വളർന്ന അത്തച്ചമയം ഇന്നും ഓരോ മലയാളിയോടും പറയുന്നത് ഒരേയൊരു കഥയാണ്: നമ്മുടെ പൈതൃകം,
ആഘോഷിക്കുമ്പോഴാണ് അത് ജീവിക്കുന്നത്. തൃപ്പൂണിത്തുറയുടെ മണ്ണിൽ അത്തം വിരിയുമ്പോൾ അതിനൊപ്പം വിരിയുന്നത് കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ മറ്റൊരു മനോഹര അധ്യായം കൂടിയാണ്.